രാജീവ് കുമാർ എന്ന് പറഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ സംസാരിച്ചത് മണി മസിൽ പവർ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്, അത് ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2, വ്യാജ പ്രചാരണം ഞങ്ങൾ അനുവദിക്കത്തില്ല, മിസ്ഇൻഫർമേഷൻസും ഫേക്ക് ന്യൂസും പോകുന്നുണ്ട്, അത് ഞങ്ങൾ അനുവദിക്കത്തില്ല. 3, വിദ്വേഷ പ്രചരണം ഞങ്ങൾ അനുവദിക്കത്തില്ല. ഈ 3 കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അരമണിക്കൂർ ദീർഘമായി വാചാലനായി പ്രസംഗിക്കുമ്പോൾ രാജീവ് കുമാർ നടുക്കിരിക്കുകയും 2 കമ്മീഷണർമാർ അപ്പുറം ഇപ്പുറയും ഉണ്ടായിരുന്നു. അവരെ തലേദിവസം രാത്രിയിൽ അദ്ദേഹം പരിചയപ്പെട്ടത്. ഇന്ത്യ രാജ്യത്തെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന കമ്മീഷനെ 2 പേര് അങ്ങ് രാത്രിക്ക് രാത്രി രാജിവെച്ച് പോവുകയും പിന്നെ വളരെ പെട്ടെന്ന് 2 കമ്മീഷണർമാരെ അങ്ങോട്ട് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അവരെ അദ്ദേഹം തലേദിവസം രാത്രിയിൽ പരിചയപ്പെടുകയും പിന്നെ 3 പേരും കൂടി കോട്ടിട്ട് വന്നിരുന്നിട്ട് പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത്. ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം ആചാരനായ കാര്യം ഈ 3 കാര്യങ്ങളായിരുന്നു. ആ 3 കാര്യങ്ങളിലെ നഗ്നമായ ലംഘനങ്ങളാണ് ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ളൊരു ശക്തി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്ന കാര്യത്തിൽ എനിക്കെന്നല്ല ഈ രാജ്യത്ത് അരിഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കും സംശയമുണ്ടാവില്ല. ചക്കൊന്നും ഇപ്പോ പഴയ മധുരമില്ല. നിശ്ചയമായും പറഞ്ഞോളൂ. ആയിക്കോട്ടെ, അരിഭക്ഷണമോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അല്ല, അത് നിങ്ങൾ എന്തു വേണേ കഴിച്ചോ, എന്റെ പ്രശ്നം അതല്ല. രാജ്യത്ത് അരിഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. ആ പ്രയോഗത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ വേണം നമ്മളൊരു സദസ്സിൽ നിന്ന് സംസാരിക്കുമ്പോൾ. ഇപ്പൊ ഞാൻ പുട്ടാണോ ദോശയാണോ അല്ലെങ്കിൽ പൊറോട്ടയാണോ ബീഫാണോ അതൊരു പ്രശ്നമല്ല. അരിഭക്ഷണം കഴിക്കുന്ന ഒരാളും വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. അതിന്റെ അർത്ഥം അതായത് സാമാന്യ ബുദ്ധി, വിവേകം, പ്രായോഗികമായ പരിജ്ഞാനം, രാഷ്ട്രീയ ബോധം, അറിവ്, വിജ്ഞാനം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെയുള്ള ആളുകൾ ഇതിനെയൊക്കെ വിലയിരുത്തുകയും നോക്കുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന ഈ കേന്ദ്ര ഇപ്പൊ അവസാനം 2023 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പാർലമെന്റിലെ ഇന്ത്യയുടെ പരമോന്നത എങ്ങോട്ടാ നാട് വിടുത്തതാ ബുദ്ധി. ഇനി ഞാൻ ഇതിനകത്തില്ല, എനിക്ക് വയ്യ, ഞാൻ പോണു.